ഒരു വിധത്തിലും മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം, തീർച്ചയായും നിങ്ങൾ പുറത്തു വരിക തന്നെ ചെയ്യും. വാക്ക് മാറ്റാൻ കഴിയാത്തതും വാക്ക് മാറാത്തവനുമായ ദൈവത്തിന്റെ നിങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ നിറവേറും എന്നതിൽ നിങ്ങൾ സംശയിക്കരുത്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ നമ്മെ സഹായിക്കാമെന്ന് പറയുന്ന പലരും കടന്നു വന്നേക്കാം. എന്നാൽ ഈ ദൈവത്തിന്റെ പ്രത്യേകത എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണെങ്കിലും ഈ ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായി തീർന്നു. ഇത് ദൈവിക പദ്ധതി ആയതുകൊണ്ട് യേശുവിനെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിഞ്ഞില്ല. ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളെ തൊട്ട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയാണ്. ഇല്ല, നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയല്ല. സാഹചര്യങ്ങൾക്ക് നിങ്ങളെ തകർക്കാൻ പറ്റുകയല്ല. നിങ്ങൾ പുറത്തു വരും. ദൈവിക പദ്ധതി നിങ്ങളിലൂടെ ദേശം കാണുക തന്നെ ചെയ്യും. റോമൻ സാമ്രാജ്യം തങ്ങളുടെ സകല ശക്തിയും എടുത്ത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് തടയുവാൻ ശ്രമിച്ചുവെങ്കിലും ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവൃത്തീകരണമായി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുവാനുള്ള കാരണം സകല ജനവും അവിടെ ചെന്ന് ഇവിടെ യേശു ഇല്ല എന്ന് തിരിച്ചറിയേണ്ടതിന്. പ്രിയദൈവത്തിലെ ദൈവിക പദ്ധതി എന്നത് നിങ്ങളെ എവിടെ തകർക്കുവാൻ ശത്രു ശ്രമിച്ചുവോ അവിടെ തന്നെ ദൈവിക മാന്യത നിങ്ങൾ അനുഭവിക്കണമെന്നതാ. അതെ, ഉയർത്തെഴുന്നേറ്റ് ഇന്നും പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമായി നിങ്ങൾ മാറ്റപ്പെടണമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒതുക്കി വെക്കുവാൻ, പിടിച്ചു വെക്കുവാൻ പലരും ശ്രമിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ ഒരു ശക്തിക്കും ഒതുക്കി വെക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ ദേശം കാണുവാൻ പോകുകയാണ്. യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുവാൻ തയ്യാറാണോ? ഈ യേശുവിന്റെ പാദപീഠത്തെങ്കിലും ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ അങ്ങനെ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സാഹചര്യങ്ങൾ അനുസരിച്ചല്ല ഈ ദൈവം പ്രവർത്തിക്കുന്നത്. അസാധ്യമെന്ന് സകലരും പറയുന്നിടത്തും നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും, നിങ്ങൾ അനുഭവിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കത് പറയുവാൻ പറ്റുമോ? എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അവൻ എന്റെ കരം പിടിച്ച് കൂടെയുണ്ട്, ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് പറയുവാൻ കഴിയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. കൂടെയുള്ള ദൈവത്തെ അവഗണിച്ചുള്ള ഒരു ജീവിതത്തിന് പകരം കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികൾക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗം സന്തോഷിക്കുന്നത്. പ്രിയദൈവത്തിലെ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ ശത്രുവിന്റെ തന്ത്രങ്ങളിൽ നിന്ന് വെടിവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. ദൈവാത്മാവിന്റെ ശബ്ദത്തിന് നാം ചെവി കൊടുക്കാറുണ്ടോ? നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദത്തെ നാം തിരിച്ചറിയാറുണ്ടോ? തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കതിന് കഴിയുന്നില്ല എങ്കിൽ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. നമ്മെ സ്നേഹിക്കുന്നവരുടെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ, ദൈവത്തോട് നാം സംസാരിക്കാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ട് എങ്കിലും സമാധാനമില്ല എങ്കിൽ ജീവിതയാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. എന്നാൽ സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും എത്ര മോശകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാലും കൂടെയുള്ള ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുമ്പോൾ സാഹചര്യങ്ങളെല്ലാം മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഒരു മതിൽ മുമ്പിൽ ഉണ്ടാകാം, പക്ഷെ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് പറയുവാൻ കഴിയണം. ശത്രുവിന്റെ പടക്കോപ്പുകൾ മുമ്പിൽ ഉണ്ടാകാം, എന്നാൽ എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുമെന്ന് പറയുവാൻ കഴിയണം. കാരണം എന്താ? എന്റെ ശക്തിയാലല്ല ഇതൊന്നും നടക്കുന്നത്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യേശുവിന്റെ കരം ഞാൻ കാണുമെന്ന വിശ്വാസത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പ്രിയ ദൈവത്തിലെ സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാ സാഹചര്യങ്ങളെയും അനുകൂലമാക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യതകളുടെ നടുവിൽ വഴികൾ ഒരുക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ഇന്ന് ശത്രുവായവൻ എത്ര താല്പര്യത്തോടെ നിങ്ങളെ ഒതുക്കി വെക്കുവാൻ ശ്രമിച്ചാലും ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, നിങ്ങൾ പുറത്തു വരും, ദേശത്ത് നിങ്ങൾ മാനിക്കപ്പെടും. ദൈവം രാജാവായി അഭിഷേകം ചെയ്ത ദാവീദ് കുറച്ചു കാലം കൂടെ താൻ ചെയ്തുകൊണ്ടിരുന്ന പഴയ തൊഴിൽ തന്നെ തുടരേണ്ടി വന്നു. അഭിഷേകമില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഒരു ദൈവിക സമയത്തിനു വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. കഴിവില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവർ അവിടെ നിൽക്കട്ടെന്നേ. നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയല്ല എന്ന് പറഞ്ഞവരും അവിടെ നിൽക്കട്ടെ. അവരോടൊന്നും നമുക്ക് വിഷമമില്ല. കാരണം ഒരുപക്ഷെ അവർ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെ എന്നെ ശക്തീകരിക്കാൻ കഴിയുന്ന, എന്നെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന, എന്നെ എക്യുപ്പ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരത്തിലാണ്
ഞാനെന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവപ്രവൃത്തി തുടങ്ങുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനെന്ന് നമുക്ക് പറയുവാൻ കഴിയണം. ദൈവം കാണിച്ച സ്വപ്നം തന്റെ സഹോദരന്മാരോട് പറഞ്ഞു എന്ന ഒറ്റ തെറ്റ് മാത്രമേ യോസഫ് ചെയ്തിട്ടുള്ളൂ. അവരെ കൊണ്ടാവുന്നതെല്ലാം യോസഫിനെതിരെ ചെയ്തു. ഒരിക്കലും ആ സ്വപ്നം നിറവേറാതിരിക്കുവാൻ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തുവെങ്കിലും ദർശനം കാണിച്ച ദൈവം ആ ദർശനത്തിന്റെ നിവർത്തീകരണം യോസഫിന്റെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. തന്റെ സഹോദരന്മാരെ ശിക്ഷിക്കുവാൻ സകല അധികാരവും യോസഫ് പ്രാപിച്ച് അധികാരിയായിരിക്കുമ്പോൾ യോസഫ് പറയുന്നൊരു ഭാഗമുണ്ട്, സഹോദരന്മാരെ, ദൈവം നിങ്ങൾക്ക് മുമ്പായി എന്നെ അയച്ചു എന്നുള്ളത്. അവിടെ യോസഫ് പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നില്ല. ദൈവം അതാ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നമ്മെ മുറിപ്പെടുത്തിയവർ ചുറ്റുമുണ്ടാകാം. ഏതെങ്കിലും വിധത്തിൽ കരകയറും എന്ന സാഹചര്യങ്ങളിൽ നമുക്കെതിരെ പ്രവർത്തിച്ചവരും ഒപ്പമുണ്ടാകാം. അവർക്കെതിരെ നാം പ്രതികാരം ചെയ്യുന്നതിന് പകരം അവരുടെ ഓരോ ആക്ഷനും എന്നോടുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിനുള്ള ചവിട്ടുപടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ നാം തയ്യാറാകണം. ശത്രുവിന്റെ മധ്യേ മേശയൊരുക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, ആരെല്ലാം കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഈ ദൈവം തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതെ പ്രിയ ദൈവത്തിലെ, നിങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ ഇനി നെടുവീർപ്പെടരുത്. സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. നിയമത്തെ പോലും മാറ്റുവാൻ കഴിവുള്ളവനാ നിങ്ങളുടെ കൂടെയുള്ളത്. അതെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. കണ്ണുമടച്ച് വിശ്വസിക്കണം. ദൈവിക വാഗ്ദത്തങ്ങൾക്കെതിരെ സംസാരിക്കാതെ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന് എല്ലാ പ്രതിസന്ധിയുടെ മുമ്പിലും പറയുവാൻ തുടങ്ങണം. അങ്ങനെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഇല്ല, ശത്രുവിന് എല്ലാ കാലവും നിങ്ങളെ മൂടിവെക്കുവാൻ പറ്റുകയില്ല. ശത്രുവിന് എല്ലാ കാലവും നിങ്ങളെ കെട്ടിയിടാൻ പറ്റുകയില്ല. ശത്രുവിന് എല്ലാ കാലവും നിങ്ങളെ തടുക്കാൻ പറ്റുകയില്ല. നിങ്ങൾ പുറത്തു വരും. ഇന്നും നമ്മോട് കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുമ്പോഴാണ്. ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിനായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഈ ചെറിയ സന്ദേശം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാം തീർന്നു, ഇനി മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ. ഇവർ ദേശങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ഒരു അത്ഭുത വിഷയമാക്കി ഇവരെ മാറ്റുമാറാകണം. ദൈവപ്രവൃത്തി ഇവരുടെ വെളിപ്പെടണം. സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും ഒരു ദൈവിക പ്രൊവിഷൻ ഇവർക്ക് വേണ്ടി വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്. സകലം നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് ഒന്ന് കാണാൻ തുടങ്ങണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഒരു ശത്രുവിനും നിങ്ങളെ തടുക്കുവാൻ കഴിയുകയില്ല. യേശുവുണ്ട് നിങ്ങളുടെ കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.